എന്റെ അമ്മേ, പോലീസ് എന്നെ അന്വേഷിച്ചായിരിക്കുമോ? കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോൾ ഉണ്ടാക്കിയായിട്ട് ഓർക്കുന്നുമില്ല. പിന്നെ എന്തിനാണാവോ? അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ വല്ലയിടത്തും വരാൻ? ഇറങ്ങി വരാൻ. എന്താ സാർ? എന്താ എന്റെ കയ്യില്? മാരകായുധങ്ങളായിട്ടാണ് നിന്ന് നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഡാവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കി കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. ഇവന്റെ പേരും ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ഇവരെവിടെയെങ്കിലും കൊള്ളിക്കാം. അയ്യോ, വേറെ ആരുണ്ടാ അവിടെ? ലോനപ്പേട്ടൻ പള്ളിപ്പോയിരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട, വിളിക്കണം അവനെ. ലോനപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. തെണ്ടി. അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ? കത്തി തരുമോ? ഇറങ്ങി വേടാ. എടാ, ഇറങ്ങി വരാൻ. എന്റെ അജു, അത് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സാർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജീപ്പി കാറ്. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അത് പിന്നെ എന്റെ പൊന്നും കൂട്ടാ തർക്കിച്ച് സമയം കളാതെ വേഗം ജീപ്പി കാറാ. തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല സർ. ജീപ്പി കാറ്. സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പൊക്കോ പൊക്കോ. ജീപ്പി കാറടാ. സാർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്തായാലും പ്രാന്ത്. എവിടുന്ന് വരണ്ട യോഗ പിശാചുകള്? പിന്നെ പോയിട്ടാ ഇങ്ങോട്ട് കയറാ. ഇതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറി? വണ്ടി വിട. പാവം ആജി, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ. ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം. അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സാർ. ടേക്ക് ഹോം സാലറി 2000 മേലെ, ശരിയല്ലേ? എന്താണ് ചിരിക്കുന്നത്? എന്നെ മനസ്സിലായോ? സാർ. ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ അതെ. ഇടിയൻ കേശവപിള്ളയോട് വെറുതെ കയറി കളിക്കല്ലോ മോനെ. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരുവനും തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രേമ സായുജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ലല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ഞാനൊരു രക്തസാക്ഷിയായി. സമ്മതിച്ചു. വളയ്ക്കാതെ കാര്യം പറയല്ലേ അജി. രക്തസാക്ഷി, രക്തസാക്ഷി. എടാ, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ ഇടിയൻ കേശവൾ എന്നെ തൂക്കെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഗതി എന്നൊക്കെയാണെങ്കിലും പുള്ളി വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെട്ടു. മൂപ്പൻ എന്നെ മുന്നിൽ പിടിച്ചിരുത്തിയിട്ടൊരു ചോദ്യം, സതി ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നീ എന്ന് പറഞ്ഞു? ഞാനൊന്ന് വഴുതി നോക്കി.
പുള്ളി ഉള്ള കാര്യം വളച്ചു കിട്ടാതെ നേരെ പോയി പറഞ്ഞു. ഇടിയൻ കേശവപിള്ളയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാരും ഇന്നോളം ആ സ്റ്റേഷനിൽ നിന്ന് 2 കാലിൽ നടന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ അമ്മേ, എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടതാ? ഞാൻ കുരുതിക്ക് സമ്മതിച്ചു. നിനക്ക് പറ്റില്ല എന്ന് പറയാൻ മേലായിരുന്നോ? കാല് കിടന്ന നിന്റെയാണോ? നിനക്കങ്ങനെ പറയാം. സതിയുടെ മൂത്ത 2 ചേച്ചിമാരുടെ കല്യാണവും ഇതുപോലെ പിടിച്ച പിടിയാലെ കസ്റ്റഡിയിൽ എടുത്താണ് ഇടിയൻ നടത്തിയത്ര. ഞാൻ അങ്ങ് സമ്മതിച്ചു. 1 മാസത്തിനകം തന്തപ്പടിയെ പോയി ഉറയിച്ച് സംഭവം നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പിലാണ് ഇടിയനെ വിട്ടയച്ചത്. ഹലോ ഹലോ ഏത് വല്ലപ്പോഴൊരിക്കലും എവിടെങ്കിലും ആഹാരം കഴിക്കാൻ കയറും. അപ്പോ മനസ്സിന് ഇഷ്ടമുള്ളവരുടെ കൂടെ ആവുമ്പോ അതിന് സന്തോഷം ഒന്ന് വേറെയാ. കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളോ? കാര്യമായിട്ട് വല്ലതും മേടിച്ച് കഴിക്കുമോളെ? വേണ്ട, ഇത് മതി. എന്തിനാ മോളെ ഈ ബാലമാവനെ കാണുമ്പോ ഇങ്ങനെ ചൂളുന്നത്? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? വെല്ലിംഗ് മാൻ, ഐ ആം ബാലൻ മേനോൻ, ഇന്ദുവിന്റെ അമ്മാവനാണ്. ഐ എം രാജു. രാജു, ഗുഡ്. ഇവൾ ഇന്ദു എനിക്കെന്റെ മകളെ പോലെയാ. സോ ഡിയർ ടു മീ. റിമെമ്പർ ദാറ്റ്. ഓക്കെ ഓക്കെ സർ. ബഹളം വെക്കല്ലേ, തല്ല് പിടിക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. എപ്പോഴേ വരാൻ തരപ്പെട്ടുള്ളൂ അല്ലേ? ഈ വീക്കെൻഡിലും കണ്ടില്ലെങ്കിൽ ഒരു കത്തയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഫാദർ വിശേഷിച്ചു? ഈ ഓർഫനേജിന്റെ ആനിവേഴ്സറി അല്ലേ അടുത്ത മാസം? ബിഷപ്പ് തിരുമേനി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആഘോഷം കെങ്കേമമാക്കണമെന്നാണ് കമ്മിറ്റിക്കാരുടെ തീരുമാനം. കുട്ടികളുടെ കലാപരിപാടികളുടെ കംപ്ലീറ്റ് ചുമതലയും രാജുവിനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്റെ പ്രൗഡ് പ്രിവിലേജ് അല്ലേ ഫാദർ? കഴിയുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് പങ്കെടുപ്പിക്കണം. ഓക്കെ ഫാദർ. കലാപരിപാടികൾക്ക് നമുക്ക് എന്തൊക്കെ ഐറ്റംസാ വേണ്ടത്? പ്രത്യവേഷം വേണം. അത് വേണ്ട, ഡാൻസ് മതി. അപ്പൊ ഗാനമേളയോ? അതൊന്നും വേണ്ട, നാടകം മതി. അല്ല രാജേട്ടാ? ആ, തർക്കം വേണ്ട. നമുക്കിതെല്ലാം കൂടി ചേർത്ത് ഒരു പുതിയ പരിപാടി ആയിക്കളയാം. മോൻ ചിലപ്പോ ഇന്ന് വന്നേക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഇതാ മോനെ, കുറച്ച് പലഹാര ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. നല്ലതാ മോനെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിവിടെ കുട്ടികളുമായി കുറച്ച് ജോലിയുണ്ട്. കുട്ടികൾക്കും കൂടെ ചേർത്താ ഞാൻ കൊണ്ടുവന്നത്. ഇതൊരു ശല്യമായല്ലോ. നിങ്ങളതാ കുഷിയിൽ കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം. ആ, അപ്പൊ നമ്മുടെ പരിപാടിയുടെ കാര്യം എന്താ പറയുന്നത്? കേക്ക് ആദ്യം. നാടകത്തിന്റെ കാര്യം, അത് പാട്ട് കഴിഞ്ഞിട്ട് നാടകം. ഒരടുപ്പവും ഇല്ലാത്ത ആ സ്ത്രീ എന്തിനാണെങ്കിൽ എപ്പോഴും എന്നെ കാണാമെന്ന് ശല്യപ്പെടുത്തുന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം. അടുപ്പമില്ലെന്ന് രാജുവിന് എങ്ങനെ അറിയാം? അതിനവരെന്റെ ആരാ? ആരുമല്ല. ശരിയാണ്. പക്ഷെ നിനക്കറിയാമോ, എന്നെയും നിന്നെയും തമ്മിൽ അടുപ്പിച്ചത് ആ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോ? ആ സ്ത്രീ തന്നെ. പാപമംഗലമായ വെറുക്കപ്പെടേണ്ട ഒരു പശ്ചാത്തലവും തൊഴിലുമാണ് അവരുടേത്. ഒരുപക്ഷെ ഇപ്പോഴും. പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്റെ അരികിൽ വന്നു ചേരില്ലായിരുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പൊരു ദിവസം, അന്ന് ഈ ഓർഫനേജ് തുടങ്ങിയിട്ട് അധിക നാളായില്ല, ആലീസ് കഷ്ടിച്ച് 3 വയസ്സ് മാത്രം പ്രായമുള്ള നിന്നെയും കൂട്ടി എന്നെ കാണാൻ വന്നു. സത്യം പറയൂ ആലീസ്, ഇതാരുടെ കുട്ടിയാണ്? നിന്റെ കുട്ടിയാണോ? അല്ല. ആണെങ്കിലും പറഞ്ഞോളൂ, ഞാനതൊരു കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കാം. അല്ലച്ചോ, ആണെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞേനെ. പിന്നെ ആരുടെ കുട്ടിയാണെന്ന് പോലും എനിക്കറിയില്ലച്ചോ. വഴി തെറ്റിയിട്ടെന്ന പോലെ എന്റെ മുമ്പിൽ വന്ന് പെട്ടതാ. എന്തുകൊണ്ടോ ഇവനോട് എനിക്കൊരിഷ്ടം തോന്നി. പക്ഷേ ഇവൻ എന്റെ കൂടെ നിന്ന് വളർന്നാൽ അച്ഛനറിയാലോ എന്റെ ജീവിതം. എന്റെ അടുത്ത് കിട്ടുമ്പോഴേ ഇവൻ എന്തോ കണ്ട് ഭയം നന്താളിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചോദിച്ചാലും മിണ്ടില്ല, വെറുതെ ഇരുന്ന് കരയും. ബുദ്ധിക്ക് എന്തോ മാന്യം പോലെ.
ഇവിടെ ഏൽപ്പിച്ചാൽ അച്ഛന്റെ നോട്ടത്തിൽ ഇവൻ ചിലപ്പോൾ രക്ഷപ്പെടും. ഇവൻ ഇവിടെ നിന്നോട്ടെ അച്ഛ. ആലീസ് പറഞ്ഞത് ശരിയായിരുന്നു. ഏതോ ഒരു ദുരന്തം, അതിന്റെ ഷോക്കിലായിരുന്നു പാവം നിന്റെ മനസ്സ്. ഒന്നും ഓർക്കാൻ കഴിയാതെ നോർമൽസിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ 2-3 വർഷങ്ങൾ വേണ്ടി വന്നു. ആലീസ് ഒന്നും തിരികെ പ്രതീക്ഷിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒരിക്കൽ ദൂരെ നിന്ന് നിന്റെ വളർച്ചയും സന്തോഷവും ഒരു നോക്ക് കാണുവാനുള്ള സന്ദർഭം, അതുമാത്രം മതിയായിരുന്നു അവൾക്ക്. മോനെന്താ ഇവിടെ? ഒന്ന് കാണാൻ വന്നതാണ്. മോനെ പോലുള്ളവർക്ക് വരാൻ പറ്റിയ ഇടമല്ല ഇവിടം. ഇന്നലെ ഫാദർ പറഞ്ഞാണ് ഞാൻ കഥകൾ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. ആരാണെന്നറിയാതെ പലപ്പോഴും ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. എനിക്കതിലൊട്ടും വിഷമം തോന്നിയിട്ടില്ല. എനിക്കിന്നൊരു ജോലിയുണ്ട്, വേണ്ടത്ര വരുമാനമുണ്ട്. വേണമെങ്കിൽ ഞാൻ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താമെന്ന് അല്ലേ? മോനെന്നല്ല, ആർക്കും, എന്തിന്, എനിക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. മോൻ ഇവിടം വരെ വന്നല്ലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആശിച്ചല്ലോ. മതി, അത് തന്നെ ധാരാളമായി. പൊയ്ക്കോ, ഇവിടെ ഇനി ഒരിക്കലും വരരുത്. പൊയ്ക്കോ.